ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരും ഉണക്കയിലയും കൂടെ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതാണ്. അത് മഞ്ഞ കളറിലെ കറി വയ്ക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും. ഹലോ, ഇന്ന് രാവിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതേ ഉച്ചയ്ക്കത്തേന് ചക്കക്കുരും ഉണക്കയിലയും കൂടെ മാങ്ങ ഇട്ട് കറി വെക്കാനായിട്ടാണ്. മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പുളി ഇട്ട് കറി വെക്കും. പച്ചക്കുടംപുളി ഉണ്ട്, അതിട്ട് വെക്കുന്നത് നല്ലതാണ്. പച്ചക്കുടംപുളി ഇട്ട് കറി വെക്കുന്നത്. തേണ്ട ചക്കക്കുരും പച്ചമുളകും കൂടെ കീറി ഇത് ഞാൻ ഇനിയിപ്പോൾ അടുപ്പിൽ കൊണ്ടുവന്ന് വെച്ച് വേവിച്ചതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നഗക്ക വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേണം വേവിക്കാൻ. മഞ്ഞപ്പൊടി കൂടിയിട്ടേക്കാം, മഞ്ഞപ്പൊടിക്കാരാണ് മൊത്തം. അതെ, ഇതൊന്ന് വേവിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ചക്കക്കുരു ഇതും കൂടെ അടുപ്പിൽ കൊണ്ടുവെക്കട്ടെ. വേണ്ടേ, ചട്ടി അടുപ്പേ വെച്ചു. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് വേകട്ടെ. വെന്തിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. അടുപ്പേ വെച്ചാണ് ഇന്ന് വെക്കുന്നത്. ഇപ്പം വിറകുണ്ടല്ലോ, അന്നേരം പിന്നെ നമുക്ക് ഗ്യാസ് കളയണ്ട. അതിൻ്റെ ചട്ടിയൊക്കെ ഗ്യാസ് വെച്ച് വെക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് പോകും. ഇതാണ് കുഴപ്പമില്ല. ഇതിങ്ങനെ പിന്നെ തിന്ന് വേകട്ടെ. മക്കളെ, ചട്ടിക്കകത്തായതുകൊണ്ട് ഇവിടുത്തെ അന്തരീക്ഷമാണ് കാണാൻ പാടാം. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മറച്ചേക്കോ, കാറ്റ് കയറാതിരിക്കാൻ വേണ്ടിയേ നമ്മൾ വെളിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അന്നേരം ചക്കക്കുരു ഇതേ ഒന്ന് വെന്തു, കണ്ടോ, നല്ലോണം വെന്തു. ഞാൻ ഇനി അതിനകത്തോട്ട് ഞാൻ അരച്ചത്, അതായത് തേങ്ങായും ഒരു ശകലം മല്ലിപ്പൊടി അരച്ചു. തേങ്ങ, മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടിയെ, 2-3 ചുമന്നുള്ളി, ഇത്രയും തേണ്ടേ. ഒത്തിരി മുളക് പൊടി ഇടത്തില്ല, കാരണം നമുക്ക് മഞ്ഞ നിറത്തിലിരിക്കണ്ടോ. ഇത് കണ്ടോ, അരച്ചെടുത്താണ്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുവാണേ. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചേക്കാം. ഇതുണ്ടോ, അത് ചേർത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒറ്റ ഒരു ഉണക്കയിലേ ഉള്ളായിരുന്നേ. ഇത് മതി ഞങ്ങൾക്ക്, എനിക്ക് വേണ്ട. പിന്നെ പോയിട്ട് അവർക്ക് പോകില്ല, എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ 28 പോയി അവിടെ പോയി സദ്യ കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ട. അല്ലെങ്കിൽ മീൻ ഞാൻ കൂട്ടത്തില്ലല്ലോ, പിന്നെ അവർക്ക് മാത്രം മതി ഉണക്കമീൻ കറി. എനിക്കാണ് ഇതിൻ്റെ ചാറ ഇഷ്ടം. ഇന്നലത്തെ മീൻകറിയുടെ മിനിഞ്ഞാത്ത മീൻകറിയുടെ ചിരിപ്പും ഉണ്ട്. എന്നാലും അത് ഇതും കൂടെ മതി. ഈ മീനും കൂടെ ഇതിനകത്തോട്ട് ഇടുവാണേ. മീനും ഇട്ടു. ഉപ്പ് നമ്മൾ ചക്കക്കുരുവിനകത്ത് ഇട്ടതാണ്. ഉണക്കമീൻ ഉപ്പ്, ചക്കക്കുരുവിനകത്ത് ഉപ്പിട്ട് വേവിച്ചതാണ്. ഉണക്കമീൻ അതിലേക്ക് ഉപ്പുള്ളതാണ്. അന്നേരം അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഒരു ശകലം കരിയാപ്പിലയും കൂടെ അതിൻ്റെ മേളിലോട്ട് ഇട്ടു. ഇനി ഇത് തിളച്ചായി കഴിയുമ്പോൾ ശകലം പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കടുക് പൊട്ടിച്ച് ഒഴിക്കുന്നവരൊഴിക്കും. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ ഒഴിക്കാം. ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞ് കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ്. ഞാൻ ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞ് കടുക് പൊട്ടിക്ക് ഒഴിക്കും, അത് കാണിക്കാൻ. എന്നിട്ട് അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ മീൻ കറിയും റെഡിയാവും. മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഇവിടുന്ന് എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകാം നമുക്ക്. ചെറുക്കം കരച്ചിലാണ്. അത് ഞാൻ അകത്ത് കൊണ്ടുവന്ന് വെച്ച് ചൂട് ചട്ടി കൊണ്ട് കിടന്ന് തിളച്ചോളും. നമ്മൾ അടുപ്പത്തുനിന്ന് എടുത്താലും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേക്കാം. കടുക് താളിക്കുന്നില്ല. കടുക് താളിക്കണമെങ്കിൽ കടുക് താളിക്കാം അല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ചു. അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട അല്ലേ, അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പറയണം. ഞാൻ മുമ്പേ തോരൻ വെച്ചതിനകത്ത് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം എന്നോട് തിരിച്ചു വരണം. പിന്നെ ആരണ്ട് പറഞ്ഞു രാവിലെ വേർത്ത് നിൽക്കുന്നു, അല്ല തലമുടിയും എല്ലാം കിടക്കുന്നു. എപ്പോഴും എനിക്ക് പാഷൻ പരേഡ് ചെയ്യുന്ന പോലെ എപ്പോഴും ഓടിപ്പോയി ചെന്ന് തല ചെയ്യുക, വേർപ്പ് തൂത്തിട്ട് ഓടി വരിക, അല്ല പിന്നെ തോർത്തിട്ടുകൊണ്ട് നിന്ന് പണിയണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാനിങ്ങനെയാണ്, അതുകൊണ്ട് എങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം മീൻകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.